നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുമ്പ് സെബിയുടെ ഒരു സർക്കുലർ വന്നിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ക്ലിയറിംഗ് കോർപ്പറേഷനുകൾ, ഡെപ്പോസിറ്ററികൾ ഇവ ചുമത്തുന്ന ചാർജസ് ഏകീകരിക്കണം. അതായത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഇത് വോളിയവുമായി ബന്ധപ്പെടുത്തരുത് എന്നായിരുന്നു നിർദ്ദേശം. ഇതേ തുടർന്ന് സെറോദയുടെ സ്ഥാപകനായ നിതിൻ കമ്മത്ത് സീറോ ബ്രോക്കറേജ് അവസാനിപ്പിക്കേണ്ടി വരും എന്നൊരു കമന്റ് എക്സിൽ കുറിച്ചിരുന്നു. ഇതേ തുടർന്ന് പല ആൾക്കാരും ഈ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് നിർത്താൻ പോവുകയാണോ, ഈ ബ്രോക്കിംഗ് ചെലവുകൾ കൂടുമോ എന്നുള്ള പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. ഇതേപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളിൽ പലരും ഒന്നിൽ കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുക്കാറുണ്ട്. മിക്കവാറും ഈ ഓഹരി ഇടപാടുകൾക്കുള്ള ചാർജസ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ ഇതുപോലെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ എടുക്കുന്നത്. പണ്ടുണ്ടായിരുന്നത് ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആണ്. ഇപ്പോഴാണ് വളരെ പ്രചാരത്തിലിരിക്കുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ട്രഡീഷണൽ ബ്രോക്കേഴ്സ് കൂടുതൽ സർവീസ് നമുക്ക് നൽകുന്നു. അതായത് നമ്മൾ വിളിച്ചാൽ ഫോൺ എടുത്ത് നമുക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്തു തരാനും ട്രേഡ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചെലവ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബ്രോക്കറേജ് കൂടും. ഡിസ്കൗണ്ട് ബ്രോക്കറെ സംബന്ധിച്ച് അവർ എല്ലാത്തരം പ്ലാറ്റ്ഫോമുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. നമ്മൾ തന്നെ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും നമ്മൾ തന്നെ പഠിച്ച് ട്രേഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് താരതമ്യേന ചിലവ് കുറവാണ്. സാധാരണ രീതിയിൽ ഈ ബ്രോക്കിംഗ് ഹൗസുകൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ഇതുപോലെ തന്നെ പല സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് നല്ല ചിലവുകൾ നേരിടേണ്ടി വരും. ഇതേ സമയത്ത് ഡിസ്കൗണ്ട് ബ്രോക്കറേജുകൾ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഇത്തരം ചെലവുകൾ കുറച്ച് ആൾക്കാർക്ക് മാക്സിമം ഡിസ്കൗണ്ട്, നമുക്കറിയാം 20 പെർ ട്രേഡ് അല്ലെങ്കിൽ 10 റുപ്പീസ് പെർ ട്രേഡ് അങ്ങനെ തുടങ്ങി പല ട്രേഡിംഗ് പ്ലാനുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ ഇവർക്ക് ഇങ്ങനെ ഡിസ്കൗണ്ട് നൽകാൻ കഴിയുന്നത് ഇതുപോലെ ഒരു ചാർജിംഗ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ്. പ്രധാനമായിട്ടും ഈ ഇതിനിടയ്ക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇന്റർമീഡിയറീസ് ഉണ്ട്. ഈ ഇന്റർമീഡിയറീസിന് കൊടുക്കേണ്ട ചാർജുകൾ ഇവർ കസ്റ്റമേഴ്സിൽ നിന്ന് നേരത്തെ ഈടാക്കുകയും ഇവർക്ക് ഇതിന്റെ വോളിയം ബേസിലാണ് ഇത് എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ ഇത്ര ഇന്റർമീഡിയറ്റ്സിന് ഇവർ ഈ ചാർജ് നൽകുന്നത്. അപ്പോൾ എത്രയും വോളിയം കൂടുന്നുണ്ടോ അത്രയും ചാർജസ് വളരെ കുറച്ച് കൊടുത്താൽ മതി. ഇത് വലിയ വോളിയം ചെയ്യുന്ന ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനൊക്കെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇവരെ സംബന്ധിച്ച് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നതിന്റെ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രം ഇവർക്ക് ഫീസായിട്ട് നൽകിയാൽ മതി. ഇത്തരം തുകകൾ ഇവരുടെ ലാഭത്തിന്റെ ഏതാണ്ട് 10-20% വരും. അപ്പോൾ ഇനി ഇത്തരം പരിപാടി പറ്റില്ല. എല്ലാവർക്കും ഈ ചെലവുകൾ ഏകീകരിക്കണം എന്നാണ് സെബിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇതനുസരിച്ച് ചെറിയ ബ്രോക്കിംഗ് ഫേമുകളെ ഇത് കാര്യമായിട്ട് അഫക്ട് ചെയ്യാനില്ല. പക്ഷേ വലിയ വോളിയം ചെയ്യുന്ന ബ്രോക്കിംഗ് ഫേമുകളെ ഇത് തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും. കാരണം ഈ വോളിയത്തിന് പകരം പെർ ട്രേഡ് എന്നുള്ള രീതിയിലാണ് ചാർജ് നൽകേണ്ടി വരുന്നത്. അതായത് എത്രയും കൂടുതൽ ട്രേഡ് നടക്കുന്നോ അത്രയും ചാർജുകൾ ഇവർ നൽകേണ്ടി വരും. ഇത് ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ചാർജ് തീർച്ചയായിട്ടും കൂട്ടേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ പഴയ പോലെ ട്രഡീഷണൽ ബ്രോക്കർ ഒക്കെ ചെയ്യുന്ന പോലത്തെ ചാർജസുകൾ നൽകേണ്ടി വരും. പണ്ടൊക്കെ ആണെങ്കിൽ 0.5 0.05 എന്ന രീതിയിലായിരുന്നു ചാർജ് ഏർപ്പെടുത്തിയിരുന്നത്. അതായത് 1,00,000 രൂപയ്ക്ക് ഡെലിവറി രീതിയിൽ ട്രേഡ് ചെയ്താൽ 500 രൂപയും ഇൻട്രാഡേ രീതിയിൽ ട്രേഡ് ചെയ്താൽ 50 രൂപയുമായിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നീട് ഈ 20 പെർ ട്രേഡ് വന്നതിനെ തുടർന്ന് വളരെയധികം ചെലവ് കുറയും, ആൾക്കാർ കൂടുതൽ ഇതിനകത്ത് ആകർഷകരാകുകയും ഒക്കെ ചെയ്തു. ഇത് പ്രധാനമായും സ്കാൽപ്പേഴ്സിനെയാണ് ബാധിക്കുക. സ്കാൽപ്പേഴ്സ് ചെറിയ ഒരു പ്രൈസ് മൂവ്മെന്റ് അനുസരിച്ച് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് ഇറങ്ങി പോകുമായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് കൊടുക്കുന്ന ഈ രീതി വളരെയധികം പ്രയോജനപ്രദമായിരുന്നു. ഇനി അത്തരം പരിപാടികൾ നടക്കില്ല. കാരണം എല്ലാ ചാർജുകളും ഏകീകരിക്കുമ്പോൾ കൂടുതൽ ട്രേഡ് ചെയ്താലും കുറവ് ട്രേഡ് ചെയ്താലും പെർ ട്രേഡിനനുസരിച്ച് ഇവര് പണം കൊടുക്കേണ്ടി വരും. അതായത് ഇതിന്റെ ചാർജസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ വലിയ ബ്രോക്കിംഗ് ഫേമിന് ഇതിന്റെ പ്രധാനമായുള്ള ആനുകൂല്യം കിട്ടില്ല. സ്ലാബ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് തുക കൊടുത്താൽ മതി എന്നുള്ള കാര്യം നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് വീണ്ടും ചാർജ് കൂട്ടാൻ നിർബന്ധിതരാകും. അതായത് ഇപ്പോൾ പെർ ട്രേഡ് 20 എന്നുള്ള രീതിയൊക്കെ മാറി ഇതിന് ഒന്നുകിൽ വോളിയത്തിന്റെ ബേസിലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബ്രോക്കറേജ് കൂട്ടേണ്ടായ ഒരവസ്ഥ വരും. അതുകൊണ്ട് ഓഹരി ഇടപാടുകൾക്ക് ഈ ബ്രോക്കറേജ് കൂടാൻ തന്നെയാണ് സാധ്യത. ഇനി ഒക്ടോബർ 1 മുതലാണ് ഇത് നടപ്പിലാക്കുക എന്നറിയുന്നു. ഈ തീരുമാനം വന്നതിൽ പിന്നെ പ്രധാനപ്പെട്ട ലിസ്റ്റിംഗ്, ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് അതുമായി ബന്ധപ്പെട്ട കമ്പനികളിലെല്ലാം 10-20% ഷെയറിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഇത്തരം തീരുമാനങ്ങൾ ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന്. ഇനി ഇത്തരത്തിൽ ചാർജ് കൂട്ടുമ്പോഴും ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെ ട്രേഡേഴ്സിന്റെ ഇടയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ ചാർജ് തീർച്ചയായിട്ടും കൂടാനുള്ള എല്ലാ സാഹചര്യവും നിലവിലുണ്ട്. അല്ലെങ്കിൽ ഒക്ടോബർ 1 മുമ്പ് അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് ഇതിന് പകരം എന്തെങ്കിലും ഒരു രീതി കണ്ടുപിടിച്ച് നടപ്പിലാക്കേണ്ടി വരും. ഇതുകൂടാതെ നമ്മൾ മുൻപ് കേട്ടതുപോലെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് എഫ് ആൻഡ് ട്രേഡും മറ്റും സ്പെക്കുലേറ്റീവ് ഇൻകത്തിലേക്ക് മാറ്റി അതിനൊരു 30% ഒക്കെ ടാക്സ് വന്നാൽ ആ രീതിയിലും ചെലവ് കൂടാനുള്ള സാഹചര്യം ഉണ്ടാവും. സാധാരണഗതിയിൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. കാരണം ഇത്രയും വോളിയം നടക്കുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ടാക്സ് ഗവൺമെന്റിനും ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം നടക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പൊ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു തരുന്ന, ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തു തരുന്ന, ഏറ്റവും ട്രേഡ് സപ്പോർട്ട് നൽകുന്ന, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്ത് മാർക്കറ്റിൽ വാങ്ങണം വിൽക്കണം എന്ന രീതിയിൽ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന ബ്രോക്കർ എടുത്ത് അക്കൗണ്ട് തുടങ്ങുക എന്ന് മാത്രമേ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.